ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണ് നംഡ്രോളിംഗ് മൊണാസ്റ്ററി എന്നറിയപ്പെടുന്ന കുടകിലെ ഗോൾഡൻ ടെമ്പിൾ. പത്മസംഭവ ബുദ്ധവിഹാരമെന്നാണ് ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നാമം. ഇവിടുത്തെ ടിബറ്റൻ കേന്ദ്രത്തിൽ മാത്രം 43,000-ലധികം ടിബറ്റുകാരാണ് വസിക്കുന്നത്. സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 16,000-ഓളം അഭയാർത്ഥികളുണ്ട്. കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ബൈലക്കുപ്പയിലാണ് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സുവർണക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപായി എങ്ങനെ ടിബറ്റൻ വംശജർ ഇവിടെ എത്തിയെന്ന് മനസ്സിലാക്കണം. 1950 മുതൽ ചൈനയുടെ അധിനിവേശം ആരംഭിച്ചതോടെയാണ് ടിബറ്റിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നതെന്ന് പറയാം. 1960-കൾ മുതൽ 1.5 ലക്ഷത്തിലധികം ടിബറ്റൻ അഭയാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ 1,20,000 അഭയാർത്ഥികൾ ഇന്ത്യയിലെ വിവിധ ക്യാമ്പുകളിലും സെറ്റിൽമെൻറ്റുകളിലും കഴിയുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു രാജ്യസഭയിൽ ഇന്ത്യൻ സർക്കാർ ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ടിബറ്റുകാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രവാസയാത്ര ആരംഭിച്ചത്. പരമ്പരാഗത ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ച നംഡ്രോളിംഗ് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിതിയിലെ ഒരു വിസ്മയം തന്നെയാണ്. ഓരോ സന്ദർശകനെയും മറ്റൊരു ലോകത്തെത്തിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ. തുടക്കകാലത്ത് മുളയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്നു കാണുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത്. വിനോദസഞ്ചാരികളുടെ തിരക്കൊഴിയുന്നില്ലെങ്കിൽ കൂടിയും ഈ ആശ്രമത്തിൻ്റെ ശാന്തത ഒന്ന് വേറെ തന്നെയാണ്. ഇവിടുത്തെ 3 വലിയ പ്രതിമകൾ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു. ബുദ്ധൻ, പത്മസംഭവ, അമിതായുസ് എന്നിങ്ങനെ ആകർഷകമായ 3 സ്വർണ്ണ പ്രതിമകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഓരോ പ്രതിമയ്ക്കും ഏകദേശം 40 അടി ഉയരവുമുണ്ട്. വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ഉയർന്ന പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വിലയേറിയ കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും സ്വർണ്ണ ചിത്രങ്ങളും ക്ഷേത്രത്തിലുള്ളതിനാലാണ് സുവർണക്ഷേത്രം എന്ന പേര് ഈ ക്ഷേത്ര സമുച്ചയത്തിന് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സുവർണക്ഷേത്രത്തിൽ സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ഇവിടേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യവുമാണ്. കർണാടകയിൽ, ദക്ഷിണ കർണാടകയിൽ നിർബന്ധമായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിൾ.